ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള സുപ്രധാന ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ തിരിമറികൾക്ക് 1 കോടി രൂപ വരെ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥ. 2025ഓടെ ഇന്ത്യയെ ക്ഷയരോഗ മുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 6 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് ന്യൂഡൽഹിയിലെത്തി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ചിഹ്നവും ഉപയോഗിക്കാം. രാജ്യാന്തര ഊർജ്ജമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഗോവയുടെ വിദ്യാഭ്യാസം, കായികം, ജലശുദ്ധീകരണം, മാലിന്യ സംസ്കരണം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1330 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഗോവയിൽ നടന്ന വികസിത് ഭാരത് വികസിത് ഗോവ 2047 പൊതുപരിപാടിയിൽ റോസ്ഗർ മേളയുടെ കീഴിൽ വിവിധ വകുപ്പുകളിലായി 1930 പുതിയ സർക്കാർ നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രവും കൈമാറി. ഇന്ത്യ ഊർജ്ജവാരം 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഊർജ്ജ മേഖലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് 4 ദിവസത്തെ ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ ലക്ഷ്യം. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാർ ഉൾപ്പെടെ 35,000 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് സംബന്ധിച്ച ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷകളിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവ നടത്തുന്ന പരീക്ഷകൾ സംബന്ധിച്ചതാണ് പ്രസ്തുത ബിൽ. ചോദ്യപേപ്പർ ചോർച്ച, ഓൺലൈൻ തിരിമറികൾ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പുറമേ നിന്നുള്ള സഹായം തുടങ്ങിയ തെറ്റായ പ്രവണതകൾ തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. ബില്ലിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാത്തവയാണ്. കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും ബില്ലിനെ പിന്തുണച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മു കാശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ പാസാക്കി. ജമ്മു കാശ്മീർ പഞ്ചായത്ത് രാജ് നിയമം 1989, ജമ്മു കാശ്മീർ മുനിസിപ്പൽ ആക്ട് 2000 എന്നിവയുടെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനും ഭരണഘടനാ വ്യവസ്ഥകൾക്കൊപ്പം തദ്ദേശ സ്ഥാപന നിയമങ്ങളിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ബിൽ ലക്ഷ്യമാക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കി. ജലമലിനീകരണ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്നലെ പാസാക്കി. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപീകരിക്കുകയും നിയമലംഘനങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തുകയുമാണ് ബില്ലിലെ വ്യവസ്ഥ. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രി ഹസൻ മഹ്മൂദ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്യും. പൊതുതാൽപര്യമുള്ള പ്രാദേശിക ബഹുരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും സംവദിക്കും. ഇന്ത്യ മ്യാൻമാർ 1643 കിലോമീറ്റർ അതിർത്തിയിൽ സുരക്ഷാ വേലികൾ നിർമ്മിക്കുമെന്നും മികച്ച നിരീക്ഷണം ഉറപ്പാക്കുന്നതിനായി പട്രോളിംഗ് ട്രാക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മണിപ്പൂരിലെ മൊറയിൽ 10 കിലോമീറ്റർ വേലി നിർമ്മാണം പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. ഹൈബ്രിഡ് സർവൈലൻസ് സിസ്റ്റം മുഖേനയുള്ള ഫെൻസിംഗ് പരീക്ഷണാർത്ഥത്തിൽ പുരോഗമിക്കുകയാണ്. 6 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് ന്യൂഡൽഹിയിലെത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു.
2025ഓടെ ഇന്ത്യയെ ക്ഷയരോഗ മുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആഗോളതലത്തിൽ ക്ഷയരോഗബാധിതരുടെ എണ്ണത്തിൽ 8.7% കുറവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലത് 16%ആണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ബ്രസീലിൽ 37ാമത് സ്റ്റോപ്പ് ടിബി പാർട്ണർഷിപ്പ് ബോർഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 ലക്ഷത്തിലധികം ക്ഷയരോഗികൾ ദത്തെടുക്കുന്നതിനും ആവശ്യമായ പോഷകാഹാരവും മറ്റ് പിന്തുണയും നൽകുന്നതിനുമായി 1,50,000 നീക്ഷയ് മിത്രകൾ മുന്നോട്ട് വന്നതോടെ പ്രധാനമന്ത്രി ടിബി മുക്ത് ഭാരത് അഭിയാൻ വൻ വിജയമാണെന്നും ഡോക്ടർ മാണ്ഡവ്യ പറഞ്ഞു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടിയുടെ പേരും ചിഹ്നവും ഇവർക്ക് ഉപയോഗിക്കാം. 6 മാസത്തോളം നീണ്ട 10ലധികം ഹിയറിംഗുകൾക്ക് ശേഷമാണ് എൻസിപിയുടെ തർക്കത്തിന് പരിഹാരം കണ്ടത്. സഭാ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ തീരുമാനം. തിരിച്ചടി നേരിട്ട ശരത് പവാർ വിഭാഗത്തോട് പുതിയ പേരും ചിഹ്നവും ഇന്ന് 3 മണിക്കകം സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ നാളെ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ ഡിഎംകെ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിലെ കേന്ദ്ര ഇടപെടലുകൾക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിക്ക് തമിഴ്നാട് പിന്തുണ നൽകുമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യാന്തര ഊർജ്ജമേള ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരത്ത് നടക്കും. മേളയുടെ ഉദ്ഘാടനം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ചടങ്ങിൽ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ സ്പീക്കർ എ എൻ ഷംസീർ വിതരണം ചെയ്യും. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനം സാധ്യമാക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളുടെ പരിഷ്കരിച്ച കരിക്കുലത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. വിശദാംശങ്ങളിലേക്ക്. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 7 പന്ത് ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 95 പന്തിൽ 96 റൺസ് നേടിയ സച്ചിൻ ദാസാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യൻ നായകൻ ഉദയ് സഹാരൻ 81 റൺസ് നേടി. 5ാം വിക്കറ്റിൽ ഇരുവരുടെയും 171 റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി രാജ് ലിംബാനി 3 വിക്കറ്റ് വീഴ്ത്തി. ടൂർണമെന്റിലുടനീളം തോൽവി അറിയാതെയാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തിയത്. നാളെ നടക്കുന്ന ഓസ്ട്രേലിയ പാകിസ്ഥാൻ സെമിയിലെ വിജയിയെയാണ് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടുക. ഇന്ത്യയുടെ തുടർച്ചയായ 5ാം ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നടപ്പ് സാമ്പത്തിക വർഷത്തെ 6ാമത്തെയും അവസാനത്തെയും ധനനയം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് നാളെ പ്രഖ്യാപിക്കും. ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിന് മുംബൈയിൽ തുടക്കമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടിൽ റിസർവ് ബാങ്ക് നിരക്കുകളിൽ തൽസ്ഥിതി തുടരുമെന്ന സൂചന നൽകിയിരുന്നു. ഹ്രസ്വകാല വായ്പാ നിരക്കും റിപ്പോ നിരക്കും ഒരു വർഷമായി റിസർവ് ബാങ്ക് 6.5% നിലനിർത്തി വരികയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉന്നതതല സമിതി ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സെക്രട്ടറി ബിഭാവ് കുമാർ, രാജ്യസഭാംഗം എൻ ഡി ഗുപ്ത, മറ്റ് ആം ആദ്മി പാർട്ടി അംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഡൽഹി ജൽ ബോർഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവിധ പദ്ധതികൾക്കായി അനധികൃത ഡിജെപി കരാർ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അതിനിടെ ഡൽഹി മദ്യനയ കേസിൽ ആവർത്തിച്ചുള്ള സമൻസുകൾക്ക് ഹാജരാകാത്തതിന് കെജ്രിവാളിനെതിരെ ഇഡി നൽകിയ പരാതിയിന്മേലുള്ള കേസ് ഇന്ന് കോടതി പരിഗണിക്കും. ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ അവതരിപ്പിച്ചത്. ഏകദേശം 4 മണിക്കൂറോളം ബില്ലിന്മേൽ ചർച്ച നടന്നു. അതിനിടെ ഏകീകൃത സിവിൽ കോഡ് നിയമനിർമ്മാണം സെലക്ട് കമ്മിറ്റിക്ക് കൈമാറണമെന്ന് പ്രതിപക്ഷ നേതാവ് യശ്പാൽ ആര്യ ആവശ്യപ്പെട്ടു. ബില്ലിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡ് നിലവിൽ വന്നു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അരിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ ലഭ്യമാക്കുന്നത്. താങ്ങാവുന്ന വിലയ്ക്ക് റേഷൻ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ഗോയൽ ചടങ്ങിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള സുപ്രധാന ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ തിരിമറികൾക്ക് 1 കോടി രൂപ വരെ ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥ. 2025ഓടെ ഇന്ത്യയെ ക്ഷയരോഗമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് ന്യൂഡൽഹിയിലെത്തി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ചിഹ്നവും ഉപയോഗിക്കാം. രാജ്യാന്തര ഊർജ്ജമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.